ഹായ് ഗായ്സ്, ഹായ് ഹായ്. ആ കൊച്ചു വന്നു. ആ കൊച്ചിന്റെ ഇത് ഞാൻ ഇട്ട് കൊടുത്തതാണ് കേട്ടോ. ആർട്ടിസ്റ്റ് കൈ കോളമാക്കിയത് നിങ്ങൾ കാണുന്നുണ്ടോ? ഹായ്. അതാ അപ്പൊ ഇന്നാണ് ഗൈസ് അഞ്ചരാപ്പാളത്തിന്റെ എൻഗേജ്മെന്റ്. രാവിലെ തന്നെ ഞങ്ങൾ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ഇറങ്ങിയതാ കേട്ടോ. പല്ല് പോലും തേച്ചിട്ടില്ല, കുളിച്ചിട്ടില്ല. ഇനി വേണം നമുക്കിതൊക്കെ ചെയ്ത് തുടങ്ങാൻ. ഗൈസ്, 1.5 ഏക്കർ ഫുള്ള് റബ്ബർ തോട്ടമാണ് എന്നാണ് ഞാൻ പറയുന്നത്. ഇതിന്റെ പിന്നാമ്പുറം കാഴ്ച എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ട്രാൻസിഷൻ വീഡിയോ എടുക്കാനുള്ള പ്ലാനിങ് ആണ്. പക്ഷെ ബിഫോർ വീഡിയോ എടുത്തു, പക്ഷെ ആഫ്റ്റർ വീഡിയോ എടുക്കാൻ മറന്നുപോയി. മറന്നതല്ല, ആ തിരക്കിന്റെ ഇടയിൽ നമുക്ക് നല്ലൊരു വീഡിയോ കിട്ടിയില്ല. ഓവിക്ക് ഇവിടെ വന്നാലും മോശമാണ്. വീട്ടില് കറിവേപ്പിലല്ലേ? വീട്ടില് കറിവേപ്പിലല്ലേ ഓവി? അമ്മ അച്ഛനോട് അച്ഛനോട് പറ കറിവേപ്പില കൊണ്ടുതരാം. കാരണം അമ്മേന്റെ വീട്ടിൽ നിന്ന് കറിവേപ്പില എന്ന് പറഞ്ഞാൽ ഇത്ര കൊണ്ടുവരും. അപ്പൊ അച്ഛന്റെ വീട്ടിലുണ്ടാവുന്ന വിചാരിച്ചിട്ട് അപ്പൊ അച്ഛൻ ഇന്നലെ കൊണ്ടുവന്നു കവറിലൊക്കെ ആക്കിയിട്ട്. എത്ര തിരിച്ചു വരാൻ പറയണം. ഇതിനെ എന്നെ വിളിച്ച് ഇത് സെയിം ആട്ടോ ഒന്നുകൂടി ഇട്ട് തരുമോ? എനിക്കുണ്ടാ പേടി. അല്ല, ഇത് ഞാൻ ഇട്ടു. നോക്കട്ടെ ഓവി. കറിവേപ്പില കിട്ടിയതിന്റെ സന്തോഷമാണ് ഓവിന്റെ മുഖത്തുള്ളത്. ഇതിലും പറിക്കും വലിയ സഞ്ചിയിലൊക്കെ. എനിക്ക് എന്തിനാ വെളിച്ചെണ്ണ ഉണ്ടാക്കാനാ? ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് അഞ്ജുവിന്റെ മേക്കപ്പ് എവിടെ വരെ എത്തിയൊന്ന് പോയി നോക്കിയിട്ട് വരാം. അഞ്ജു തമിഴ്നാട് സ്റ്റൈലാട്ടോ പിടിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ആ മുല്ലപ്പൂവിന് പകരം മറ്റേ കനകാമ്പരം. പക്ഷെ അത് നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മൾ ഞങ്ങൾക്കുണ്ടായിരുന്ന കനകാമ്പരം അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അടുത്ത വണ്ടി വരും. പറ്റുന്ന സിറ്റുവേഷൻ ആണോ? കരിഞ്ഞു പോയി. കുറച്ചധികം മേക്കപ്പ് ഓവറാണ്. കുറച്ച് പേര് മുന്നേ പോയി, ഞാൻ കുറച്ച് പേര് ലേറ്റ് ആയി പോയി. ആ ലേറ്റ് ആയി പോയവരിലാണ് ഞങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ അപ്പോഴേക്ക് വിപിയെ കടത്തിയിട്ടുണ്ടായിരുന്നു. അഞ്ചരാപ്പാള ഇല്ല, നോ റെസ്ട്രിക്റ്റഡ്. നമ്മളിവിടെ നീ ഇതിങ്ങനെ കൈ പിടിച്ചോണ്ട് നിൽക്കുക. ആർക്കെങ്കിലും കൊടുക്ക്. അവിടെ ഇനി നിന്ന് ആരെങ്കിലും വരുമ്പോ കാണണ്ട വിചാരിച്ചിട്ടേ നീ ഒന്ന് മാറിക്കാം മുക്കിലേക്ക്. ഇവിടെ ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് മാറി. നീ ചെഴുതല്ലേ? ഇവിടെ എന്റെ 2 കൈ മോതിരം. എവിടെ മോതിരം? എന്റെ മോതിരം എടുത്തിട്ടുണ്ടാവും ആൾക്കാര്. ഇല്ലെങ്കിൽ ഇടുന്ന പോലെ അഭിനയിച്ചാ മതി. അപ്പൊ നമ്മുടെ ചടങ്ങുകളൊക്കെ ആരംഭിക്കുക കേട്ടോ. ഓരോ സ്ഥലത്തും ഡിഫറെന്റ് ചടങ്ങുകളാണ്. കല്യാണ നിശ്ചയം നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു. ഓ, പിന്നെ നമ്മുടെ മെയിൻ താരങ്ങൾ എത്തിയിട്ടുണ്ട്. ആദ്യം എവിടെയും ആദ്യം കണ്ടിട്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നു എത്ര കുറെ കാലമായി ആദ്യം കണ്ടിട്ട്. അപ്പൊ ഇതൊരു മീറ്റപ്പും കൂടിയാണ് ഗൈസ്. അതായത് ഞാൻ പറഞ്ഞത് ആദ്യം ചടങ്ങുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാവരും സ്വാഗതം. ഇത് ഞങ്ങളുടെ 3ാമത്തെ എൻട്രി ആണ്. ആദ്യം 2 പേരെയും സെപ്പറേറ്റ് ആക്കിയതിനു ശേഷം ഇനി ഒരുമിച്ചിട്ടുള്ള അതും വീഡിയോയ്ക്ക് വേണ്ടി കാണുന്നവർ വിചാരിക്കേണ്ടാവും ഞങ്ങൾക്ക് വട്ടാണെന്ന്. പക്ഷേ ഇതൊക്കെ ഒരു രസം. അൺഎക്സ്പെക്ടഡായിട്ട് പെട്ടെന്ന് പാടാൻ വന്നപ്പോൾ ഇതിനും പാടിയില്ല. ഞാൻ ട്രൈ ചെയ്യാനായിട്ട് വരും. പാട്ടൊക്കെ പാടിയിട്ട് കുറെ കാലമായി. ആരും സഹിക്കണം. ശാരദാംബരം ചാരു ചന്ദ്രിക താരകിൽ മുഴുകിടവേ പ്രാണനായക പ്രാണനായക
പപ്പടം. ഓ കുച്ചു പപ്പടം കൂട്ടി ചോറ് കഴിക്കാം കേട്ടോ. അഞ്ചു എല്ലാരും കഴിച്ചില്ലേ? സൂപ്പർ. പ്രോ ഡ്രൈവിംഗ് ആണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. വണ്ടി എവിടെയാണ്? എവിടെ? ആ പറമ്പിലോ? ഞാനോ ഈ സാരി എടുത്തിട്ടോ? ആവേശത്തിന് പറഞ്ഞതാ. അവിടെ ഇത്തിരി ചളിയുണ്ട് കേട്ടോ. പാടി എടി കേറി നടക്ക്. വ്ലോഗ് എടുത്തിട്ട് ഇവിടെ പഞ്ഞിട്ടെടുക്കുന്നത് മറ്റേതാ പിടിക്കാം. ബ്രൗൺ ഡ്രൈവർ സീറ്റ് ബെൽറ്റ് ഇടാത്തതിന്റെ കീക്കിയാണ് ഈ കേൾക്കണത്. അത് തലയുടെ നിർത്തൂല ഇപ്പൊ. ഓ ഗൈസ് നിങ്ങൾ വരുന്നില്ലല്ലോ. നിങ്ങളെയൊക്കെ അറിയാമോ ഞങ്ങൾ ഇങ്ങോട്ടാ പോകുന്നത്? ഞങ്ങൾക്ക് തീരെ അറിയില്ല. ഇവിടുത്തെ ഇങ്ങോട്ട് വരാനുള്ള വഴി കണ്ടുപിടിക്കാൻ തന്നെ ഞങ്ങൾ ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ല. ഇല്ല ഇങ്ങനത്തെ വഴി കൂടെ അല്ല നമ്മള് പോകുന്നത്. ഇപ്പൊക്കും പറയാൻ തോന്നിയില്ല. നന്ദി കേട്ടോ. അപ്പൊ ഞങ്ങൾ എത്തി ഗായ്സ്. പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് ഞങ്ങളെ വൃത്തികെട്ട കോലത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ അഞ്ജുവിന്റെ എൻഗേജ്മെന്റ് വിശേഷങ്ങൾ. ഇനി ഈ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഒന്ന് കാഷ്വൽ വിയറിലേക്ക് എത്തിയിട്ട് വേണം നമുക്ക് തിരിച്ചു പോകാൻ. അപ്പൊ അത്രയേ ഉള്ളൂ ഗായ്സ്. ബൈ.